ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടിയപ്പം വെച്ചിട്ടുള്ള ഒരു ഐറ്റാണ്. അപ്പോൾ രാവിലെയൊക്കെ ഇടിയപ്പം തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ബാക്കി വന്ന ഇടിയപ്പം കൊണ്ട് നമുക്ക് വൈകിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഇനി ഞാനിത് തയ്യാറാക്കാനുള്ള പാന് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കളർ മാറരുത് വെളുത്തുള്ളിയുടെ. അങ്ങനെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാളൻ്റെ പകുതിയാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ സവാള കൂടിപ്പോരുത്, അപ്പോൾ ഒരുപാട് മധുരമാവും കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് അതിൽ വിട്ടു പോയതാണ്. എന്നിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് ഒന്നും പാടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു 2 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വാട്ടിയെടുത്ത വെജിറ്റബിൾസ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ പാനിൻ്റെ തന്നെ സൈഡിലേക്കാണ് ഇത് നമ്മൾ ഈ കോഴിമുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത പാടന്നെ നമ്മളിത് മിക്സ് ചെയ്യരുത്. കുറച്ച് സമയത്ത് ശേഷമാണ് കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. എന്നെങ്കിലും നമുക്ക് വലിയ പീസായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഒഴിച്ച പാടന്നെ ഇളക്കി കൊടുത്താൽ ചെറിയതായിട്ടാണ് കേട്ടോ കിട്ടുക. കുറച്ച് വലുതായിട്ട് കിടക്കണം. അപ്പോൾ ആ കോഴിമുട്ടയ്ക്കൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി തന്നെ നല്ലവണ്ണം തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങോട്ട് കുക്കായി പോവരുത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാനിത് ഡാർക്ക് സോയ സോസാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ലൈറ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്തി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ച് ചേർത്തി കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് എരിവ് വേണ്ട കേട്ടോ. അപ്പം ഞാൻ 1/2 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇടിയപ്പം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോസുകളൊക്കെ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിളിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഇടിയപ്പത്തിൽ ഉപ്പ് ചേർത്തിട്ടാണ് തയ്യാറാക്കുക. അപ്പോൾ ഇടിയപ്പം ഒന്ന് ചൂടാവിടെ വരേക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും പാട് ചേർത്തേട്ടോ. അപ്പോൾ ഈ കളറിൽ ഇരിക്കുന്നത് ഞാൻ ഡാർക്ക് സോയ സോസ് ചേർത്തോണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പൊക്കെ ഉള്ള സമയം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റാണിത്. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഉള്ള ഇടിയപ്പം വെച്ചോ അല്ലെങ്കിൽ ബാക്കി വന്ന ഇടിയപ്പം വെച്ചോ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എത്ര ഇടിയപ്പാണ് നിങ്ങൾ എടുക്കണേ വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവുകൾ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ഐറ്റം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.